ആലപ്പുഴ CPIM ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റികളിലും ഒക്കെ കടുത്ത ഭിന്നത അതിരൂക്ഷമായി വന്നിരിക്കുകയാണ്. അതിന് കാരണമാകുന്നത് വലിയ തോതിൽ CPIMലെ വിഭാഗീയതയ്ക്ക് കാരണമാകുന്ന നിരവധിയായ നേതാക്കൾ അവിടെ അരങ്ങു വാഴുന്നത് കൊണ്ട് തന്നെയാണ്. സലാമും ചിത്തരഞ്ജനും ഒക്കെ ഇപ്പോൾ ചേരിതിരിഞ്ഞ് അടിയിലേക്ക് നീങ്ങുകയാണ്. സുധാകരൻ വലിയ തോതിൽ ആധിപത്യം സൂക്ഷിച്ചിരുന്ന ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റി ഇപ്പോൾ നാമാവിശേഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുന്നപ്ര വയലാർ ഭൂമി വലിയ രീതിയിൽ ഒരു യുദ്ധക്കളമാക്കി CPIMനുള്ളിൽ മാറ്റിയിരിക്കുന്നു. സംസ്ഥാന നേതൃത്വം ആകെ ജീർണിതമായി ഇരിക്കുന്ന അവസ്ഥയിലേക്കാണ്. എടുത്തു പറയേണ്ടത് ബിപിൻ സി ബാബുവിൻ്റെ വിഷയം തന്നെയാണ്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. ബിപിൻ സി ബാബു ഇതിനോടകം തന്നെ BJPയിലേക്ക് ചേക്കേറിയത് CPIMനെ സംബന്ധിച്ചിടത്തോളം മുഖത്തേറ്റ അടിപോലെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. എന്നും പിണറായിസം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന അണികളെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, പക്ഷേ ഞങ്ങളൊക്കെ ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ആ മനോഭാവമാണ് തകർത്തെറിഞ്ഞത്. ഇനിയും ഞങ്ങൾക്ക് കേഡർ പ്രവർത്തനം നടത്താൻ കഴിയില്ല, അതുകൊണ്ട് ഇതാ മറ്റൊരു കേഡർ സംവിധാനത്തിലേക്ക് മാറുന്നു എന്നാണ് ബിപിൻ സി ബാബു വ്യക്തമാക്കിയിരിക്കുന്നത്. CPIMൻ്റെ നിരവധിയായ അണികൾ ഒപ്പം തന്നോടൊപ്പമുണ്ട് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു ബിപിൻ സി ബാബു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഇതിനോടകം തന്നെ കൃത്യമായി CPIM വിട്ട് BJPയോടൊപ്പം ബിപിൻ സി ബാബുവിനോടൊപ്പം പോകാൻ തീരുമാനം അറിയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ആലപ്പുഴയിൽ വിഭാഗീയത കഠിനമായി കഴിഞ്ഞിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ ഇത്തരത്തിൽ ഒരു കൊഴിഞ്ഞുപോക്ക് വലിയ തോതിൽ പ്രശ്നങ്ങൾ അതിസങ്കീർണമാക്കും എന്ന് മാത്രമല്ല, ആലപ്പുഴയിലെ പാർട്ടിയുടെ കെട്ടുറപ്പിനെ തന്നെ മൊത്തത്തിൽ ബാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ കൊഴിഞ്ഞുപോക്കിനെ അത്ര എളുപ്പത്തിൽ തടയാൻ കഴിയില്ല. ആലപ്പുഴയിൽ ഇപ്പോൾ CPIMൻ്റെ അതിപ്രസരം കുറഞ്ഞു വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ 55,000-ഓളം വോട്ടുകൾക്ക് ജയിച്ചപ്പോൾ അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിയത് വാസ്തവത്തിൽ ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു ആധികാരികമായി അവിടെ വോട്ട് പിടിച്ചത്. പലയിടത്തും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന ഒരു കാഴ്ച. ഹരിപ്പാട് അടക്കമുള്ള മേഖലകളിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു LDF എത്തിയത്. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് LDFൻ്റെ അതിദയനീയമായ പ്രകടനം. ഇനിയും LDFൻ്റെ വോട്ട് കുറയും എന്നാണ് BJP നേതൃത്വം കൃത്യമായി പറയുന്നത്. LDFൻ്റെ വോട്ടുകൾ കൃത്യമായി ഒഴുകുന്നു. അത് യാതൊരു അന്തവും കുന്തവുമില്ലാതെ മറ്റ് പാർട്ടികളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തുടക്കത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുകയാണ്. കരുനാഗപ്പള്ളിയിൽ മാത്രമല്ല, ആലപ്പുഴ ജില്ലയിലും കടുത്ത രീതിയിലുള്ള വിഭാഗീയത അതിശക്തമാകുന്നുണ്ട്. നമുക്കറിയാം, കരുനാഗപ്പള്ളി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലുള്ള പാർലമെൻറ്റ് മണ്ഡലമാണ്. കഴിഞ്ഞ കുറി CR മഹേഷ് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി 30,000 വോട്ടുകൾക്ക് ജയിച്ചു കയറിയ, റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറിയ മണ്ഡലമാണ് കരുനാഗപ്പള്ളി. CPIM തകർന്നു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ തുടക്കമാണ് ആലപ്പുഴ ജില്ലയിലെ ഈ പൊട്ടിത്തെറി. CPIM പൊട്ടിത്തെറിക്കുകയാണ്, ആലപ്പുഴ ജില്ലയിൽ നാമാവശേഷമാകാൻ പോവുകയാണ് എന്നാണ് BJP പറയുന്നത്. ഏതായാലും CJP അഥവാ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് കോൺഗ്രസ്സുകാർ കളിയാക്കി വിളിക്കുന്നത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. രണ്ട് പാർട്ടിക്കിടയിലും ഒരു പാലമിട്ടിരിക്കുകയാണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അണികൾ ഇനി കുത്തൊഴുകും, ഇതൊന്നും കണ്ട് അത്ഭുതപ്പെടേണ്ട കാര്യമില്ലെന്നുമാണ് ആലപ്പുഴയിലെ കോൺഗ്രസ് കമ്മിറ്റി കൃത്യമായി പറയുന്നത്.